നമസ്കാരം. വോട്ടെണ്ണൽ ഏതാണ്ട് ഒരു 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ 4 മണിക്കൂർ കഴിയുമ്പം വലിയൊരു മാറ്റമാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ LDF ഒരു കൃത്യമായ ഒരു ലീഡ് മുന്നിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാം ഘട്ടം എത്തിയപ്പോഴേക്കും UDF വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത് എല്ലാ മേഖലകളിലും. അതായത് കോർപ്പറേഷൻ ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും ഗ്രാമപഞ്ചായത്ത് ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് ആയാലും സർവാധിപത്യമാണ് UDF. അത് KPCC പ്രസിഡന്റ് പോലും അത് വിശ്വസിക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഈ വിജയം എന്നാണ്. അദ്ദേഹത്തിന്റെ വാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അതെ അതെ അതെ. അദ്ദേഹത്തിന്റെ വാർഡില് വർഷങ്ങൾക്ക് ശേഷമാണ്, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത് KPCC പ്രസിഡന്റിന്റെ വാർഡില്. അത് തന്നെ വലിയൊരു മാറ്റമാണ്. പായം പഞ്ചായത്തിലെ താന്തോട് വാർഡ് MP ഹരിതയാ വിജയിച്ചത്. അവിടെ LDF K സന്ധ്യയാണ് ഹരിത തോൽപ്പിച്ചത്. അപ്പം അത് വെച്ച് തുടങ്ങി നമുക്ക് എനിക്കൊന്നു കൊച്ചി കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ എല്ലാം ഇപ്പം ഒരു UDF ഒരു വമ്പൻ മുന്നേറ്റമാണ്. ആകെ കോഴിക്കോട് മാത്രമാണ് LDF ഒരു ആശ്വാസ തുരുത്തെന്ന് പറയുന്നത്. അവിടെയും വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല, വെറും 4 വാർഡ് ചിലപ്പോൾ മാറി മാറിയാ അല്ലേ. പക്ഷെ കോഴിക്കോടും കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ LDF ഒന്നുമില്ല. കാരണം വർഷങ്ങളായിട്ട്, അതായത് കോർപ്പറേഷൻ ഉണ്ടായ കാലം തൊട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡില് വെറും ഒരു കോർപ്പറേഷനിൽ വെറും 4 വാർഡുകളിൽ മാത്രമാണ് ഇപ്പം LDF മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ പിന്നെ തിരുവനന്തപുരത്തെ കാര്യം നമ്മൾ പ്രത്യേകം പറയണം. NDAയുടെ ഒരു വമ്പൻ മുന്നേറ്റം തന്നെയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. ആദ്യമായിട്ട് NDA ഒരു ഇനിയിപ്പം അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇനി നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കുന്നത് ഒരു NDA മേയർ ആയിരിക്കണം എന്ന് നമുക്ക് തോന്നുന്നല്ലേ. അത് പറയുമ്പോൾ ശ്രീലേഖയും വിജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്താമംഗലം വാർഡിലാണ് DGP ആയിരുന്ന ശ്രീലേഖ മത്സരിച്ചത്. 700-ലധികം വോട്ടുകൾക്കാണ് ശ്രീലേഖ അവിടെ വിജയിച്ചത്. എനിക്കൊന്ന് പ്രമുഖ സ്ഥാനാർത്ഥികളിൽ വിജയം ആദ്യമായിട്ട് വരുന്നത് ശ്രീലേഖയുടെ കൃത്യമായിട്ട് ഒരു ഫലം വന്നിട്ടില്ല. മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടൊരു ഫലം ഇതുവരെയും വന്നിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രധാനപ്പെട്ടതാണ് കുറെ വൈറൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. എല്ലാ വർഷവും അങ്ങനെ പേരുകളിൽ എത്തുന്നത് കൊണ്ടും അതുപോലെയൊക്കെ വൈറലായിട്ടുള്ള ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. അവരും കുറെയൊക്കെ ജയിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ പാലാ നഗരസഭയില് കവിക്കുന്ന് 8ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി റിയ ചീരാങ്കുഴി ആയിരുന്നു. അപ്പൊ അവര് ഭയങ്കര വൈറലായ ഒരു സ്ഥാനാർത്ഥി, അധ്യാപികയായിരുന്നു, 97 വോട്ടുകൾക്കാണ് തോന്നുന്നു റിയ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. അതുപോലെ നമ്മൾ കൊച്ചി കോർപ്പറേഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ UDF മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസ് എനിക്കൊന്ന് 1000-ലധികം വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ കൊച്ചിയിലെ LDF മേയർ സ്ഥാനാർത്ഥി അജി ഫ്രാൻസിസ് 11 വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തു. അത് പറഞ്ഞപ്പോ കൊല്ലത്തെ മേയർ സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷത്തെ മേയർ തോറ്റിട്ടുണ്ട്, ഹണി ബെഞ്ചമിൻ. UDF കുരുവിള ജോസഫാണ് മേയറെ പരാജയപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു 3 തവണ കൊല്ലം കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു. അപ്പൊ അവിടെ മേയറെ പറ്റി പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ LDF മേയർ സ്ഥാനാർത്ഥിയും UDF മേയർ സ്ഥാനാർത്ഥിയും തോറ്റുപോയി. ഇനിയിപ്പോ നമ്മള് കോട്ടയം മുനിസിപ്പാലിറ്റി വരികയാണെങ്കിൽ ലതിക സുഭാഷ്, ഏറെ കാലം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ലതിക സുഭാഷ് സീറ്റ് കിട്ടാത്തത് കഴിഞ്ഞ തവണയാണ് NCP-ലോട്ട് പോയത്. തവണയും അവർ മത്സരിച്ചു, പക്ഷെ ജയിക്കാനായിട്ടില്ല. 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയിട്ട് 113 വോട്ടുകൾ മാത്രമാണ് ലതിക സുഭാഷിന് ലഭിച്ചത്. അവിടെ UDF സുശീല ഗോപകുമാറാണ് അവിടെ വിജയിച്ചത്. അതുപോലെ കട്ടപ്പന നഗരസഭയില് മുൻ MLA ആയ EM അഗസ്തി 60 വോട്ടിന് അവിടെ പരാജയപ്പെട്ടു പോയി. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷന് പത്മിനി തോമസ് മത്സരിച്ചിരുന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷെ പത്മിനി തോമസ് പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ S ഷേർലിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് എതിരെ നിന്ന് വലിയ രീതിയിൽ വന്ന ഒരാളായിരുന്നു നവ്യ ഹരിദാസ്. കോഴിക്കോട് കോർപ്പറേഷൻ കാരപ്പരമ്പ് ഡിവിഷനിൽ നവ്യ ഹരിദാസ് വിജയിച്ചു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതുപോലെ നമ്മൾ വൈറൽ സ്ഥാനാർത്ഥിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, BJP സ്ഥാനാർത്ഥിയായിരുന്നു. മൂന്നാർ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയാണ്. അവരും പരാജയപ്പെട്ടെന്ന വാർത്തകൾ വരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഒരു 4 മണിക്കൂർ പിന്നിട്ട് ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിൽ ഒരിടത്ത് മാത്രമാണ്, അതായത് കോഴിക്കോട് മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. BJP തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള കോർപ്പറേഷനുകളെല്ലാം 4ഇടത്തും UDF ഒരു വ്യക്തമായ ആധിപത്യമാണുള്ളത്. ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ UDF ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിൽ വരുമ്പോഴും UDF ഒരു വ്യക്തമായ ആധിപത്യമാണുള്ളത്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു മൊത്തത്തിലൊരു കണക്ക് നോക്കിയാണെങ്കിൽ 15 വർഷത്തിന് ശേഷമാണ് UDF തദ്ദേശ പോലുള്ള ഒരു ആധിപത്യം ലഭിക്കുന്നത്. അപ്പം ഇതെന്തിന്റെ സൂചനയാണെന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അല്ലെ. അത് മാത്രല്ല മുഴുവൻ എണ്ണി കഴിഞ്ഞിട്ടില്ല, ഇനി എന്തെങ്കിലും മാറ്റം വരുമോന്നും നോക്കേണ്ടി വരും. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ UDF ഒരു മുന്നേറ്റമാണ് 2ാം ഘട്ടത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇനി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.
അപ്പൊ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മനോരമ ഓൺലൈൻ സന്ദർശിക്കുക.